കഴിഞ്ഞ മാസം മധ്യപ്രദേശിലെ ഇൻഡോറിൽ 19 വയസ്സുള്ള ഗൗരഹാഡ എന്നൊരു പയ്യന്റെ അച്ഛൻ മാധ്യമങ്ങളുടെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, പോലീസ് ഓഫീസേഴ്സ് എൻ്റെ മകൻ്റെ കഥ കേട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മകൻ ഇങ്ങനെ മരിക്കുകയില്ലായിരുന്നു. അന്യായമായി എൻ്റെ മകനെ എല്ലാവരും കൂടി ഇല്ലാതാക്കി എന്ന് അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അഭിമുഖം കൊടുത്തതിന് ശേഷം മധ്യപ്രദേശ് മൊത്തം ചർച്ച ചെയ്യാൻ തുടങ്ങി ഈ വാർത്ത. 19 വയസ്സുള്ള ഗൗരഹാഡ എന്ന പയ്യൻ ബിഫാം പഠിക്കുകയായിരുന്നു. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണല്ലോ, കോളേജിനടുത്തായിട്ട് നമ്മുടെ വീടുണ്ടായാൽ ഒത്തിരിയേറെ സന്തോഷമുണ്ടാകും എന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് കോളേജിൽ പോകാം, കോളേജ് കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലും വരാം. എന്നാൽ കുറച്ച് പേർ മാത്രമേ ഇങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ഇവിടെ ഗൗതം ഖാഡയ്ക്കും വീടിനടുത്തായിട്ട് തന്നെയായിരുന്നു അവൻ പഠിക്കുന്ന കോളേജും ഉണ്ടായിരുന്നത്. ഈ ഗൗതം ഖാഡ അവൻ്റെ അമ്മയും അച്ഛനും സഹോദരിമാരുടെയും കൂടെ സന്തോഷകരമായിട്ടായിരുന്നു ജീവിച്ചു പോരുന്നത്. അങ്ങനെ ദിവസവും കോളേജിൽ പോയി വന്നുകൊണ്ടിരുന്ന ഈ ഗൗതമിന് നല്ലപോലെ പഠിച്ച് നല്ല ജോലി ലഭിച്ചതിന് ശേഷം അവൻ്റെ അച്ഛനെയും സഹോദരിമാരെയും അമ്മയും നല്ലതുപോലെ നോക്കണമെന്നായിരുന്നു ആഗ്രഹം. ഈ ആഗ്രഹത്തോടെ അവൻ ദിവസവും കോളേജിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവന് നല്ല ജോലി ലഭിച്ച് വിദേശ രാജ്യത്ത് ജോലിക്ക് പോകേണ്ടി വന്നാൽ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കേണ്ടി വരും. ഇംഗ്ലീഷ് ഭാഷ നല്ലപോലെ വശമില്ലാത്ത അവൻ ഇംഗ്ലീഷ് ഭാഷ നല്ലപോലെ സംസാരിക്കുന്നതിന് വേണ്ടി അവൻ ഇംഗ്ലീഷ് കോച്ചിങ് സെൻറ്ററിൽ ഏതെങ്കിലും പോയി പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ വീടിനടുത്തായിട്ട് അണ്ണാം നഗറിൽ അഗൻസ എന്ന ഒരു ഇംഗ്ലീഷ് ടീച്ചർ ട്യൂഷൻ എടുക്കുന്ന കാര്യം അവൻ അറിയുന്നത്. അങ്ങനെ അവൻ അടുത്ത ദിവസം മുതൽ ട്യൂഷന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അടുത്ത ദിവസം മുതൽ ഗൗരവ് ട്യൂഷന് ചേർന്നു. ഗൗരവ് ട്യൂഷന് ചേർന്നത് തന്നെ ഇംഗ്ലീഷ് നന്നായി പഠിക്കുന്നതിനായിട്ടാണ്. എന്നാൽ ഇവനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർക്കും ഇവനും തമ്മിലുള്ള പ്രായവ്യത്യാസം കുറവായതിനാൽ ഇവർ തമ്മിലുള്ള ബോണ്ടിങ്ങും കൂടുതലായിരുന്നു. ഈ ബോണ്ടിങ് കുറച്ച് നാൾ കഴിഞ്ഞ് അതൊരു ഫ്രണ്ട്ഷിപ്പായി മാറി. ആ ഫ്രണ്ട്ഷിപ്പ് കുറച്ച് നാൾ കഴിഞ്ഞ് റിലേഷൻഷിപ്പിലേക്ക് മാറി. അങ്ങനെ നന്നായി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വന്നവൻ പിന്നീട് ടീച്ചറിനോട് സംസാരിക്കുന്നതിന് വേണ്ടി മാത്രം ട്യൂഷന് വരുന്ന അവസ്ഥയിലായി. അവരുടെ ഇടയിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ബോണ്ടിങ് നാളുകൾ കഴിഞ്ഞ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് മാറിയിരുന്നു. അങ്ങനെ അവർ വാട്സപ്പിലൂടെയുള്ള സംസാരവും കൂടി. അങ്ങനെ അവർ പ്രൈവറ്റ് ഫോട്ടോസും ഷെയർ ചെയ്യാൻ തുടങ്ങി. അടുത്ത ഘട്ടമായി ചാറ്റിംഗ് മാത്രമായി നിന്നിരുന്നില്ല. അതിനുശേഷം അവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിലും ഏർപ്പെടാൻ തുടങ്ങി. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗൗരവിനെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചർക്ക് 16 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയായിരുന്നു അഗൻസ. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നാം, 16 വയസ്സുള്ള ഇംഗ്ലീഷ് ട്യൂഷൻ ടീച്ചർ എന്നോ? അതിന് കാരണം കുട്ടിക്കാലം മുതൽ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനും കൈകാര്യം ചെയ്യാനും കഴിവുള്ള ആളായിരുന്നു. അതുപോലെ അവളുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ളവർക്ക് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അങ്ങനെയായിരുന്നു ഈ 16 വയസ്സുള്ള അഗൻസ ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കുന്നതും. അതുപോലെ അവൾ ഒത്തിരി പേരെ ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അഗൻസിക്കും ഗൗരവനും 3 വയസ്സ് മാത്രം പ്രായവ്യത്യാസമുള്ളതിനാൽ 2 പേർക്കുമിടയിൽ ഒരു പ്രണയം ആരംഭിച്ചിരുന്നു. അങ്ങനെ 11 മാസമായി ഈ ബന്ധം തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ ഗൗരവൻ്റെ അച്ഛൻ്റെയും അമ്മയും വിചാരിച്ചിരുന്നത് അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നതെന്നാണ്. മറ്റുള്ള കാര്യങ്ങൾ ഒന്നും അവനറിയില്ലായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ഇവരുടെ ഇടയിലുള്ള പ്രണയം കൂടാൻ തുടങ്ങിയതുപോലെ തന്നെ ഇവരുടെ ഇടയിലും വഴക്കും തുടങ്ങി. ഇത് കാരണം ഗൗരവ് ഒരു സമയത്ത് അവളുടെ നമ്പർ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് നമുക്ക് വല്ലാതെ ദേഷ്യം വന്നതിനാൽ അവൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയി അവന് മെസ്സേജ് അയച്ചു. അങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചത്, എന്തിനാണ് നീ എന്നെ ബ്ലോക്ക് ചെയ്തത് എന്ന് ചോദിച്ച് തർക്കിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ആ തർക്കം പതുക്കെ വേറൊരു തരത്തിലേക്ക് മാറാൻ ആരംഭിച്ചു. അത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പ്രായപൂർത്തിയാകാത്ത ആളാണ്, നീ എന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഫേക്കായി ഒരു കംപ്ലൈൻറ്റ് നിൻ്റെ പേരിൽ കൊടുക്കാൻ പോകുന്നു, നീ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറഞ്ഞ് ആ പെണ്ണ് അവന് മെസ്സേജ് അയച്ചു. എന്നാൽ ഗൗരവ് തുടക്കത്തിൽ വിചാരിച്ചത് ഇത് വെറും തമാശയ്ക്കായിട്ട് പറയുന്നതാവും എന്നാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ലെന്ന് വിചാരിച്ച് അവൻ ആ കാര്യം വെറുതെ വിട്ടു. എന്നാൽ പിന്നെയും അവൾ ആ മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അവരുടെ ഇടയിൽ തർക്കം മൂർച്ഛിച്ചു കൊണ്ടിരുന്ന സമയത്താണ് അഗൻസ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, നീ എനിക്ക് 3 ലക്ഷം രൂപ തന്നാൽ ഞാൻ ഈ കംപ്ലൈൻറ്റ് കൊടുക്കുകയില്ല, നീ എനിക്ക് പണം തന്നില്ലെങ്കിൽ ഉറപ്പായും ഞാൻ നിന്റെ പേരിൽ പരാതി നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇത് കാരണം ഗൗരവിന് ഭയം വന്നതിനാൽ അപ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് ഈ അഗൻസയുടെ ചേട്ടന് അയച്ചു കൊടുത്തു. എന്നാൽ അവൻ ഈ മെസ്സേജിന് ഒരു റിപ്ലൈ പോലും കൊടുത്തില്ല. അത് കാരണം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഗൗരവ് ഭയപ്പെട്ടു. അങ്ങനെ തുടർച്ചയായി അഗൻസ അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു.
ഇത് കാരണം വീട്ടിൽ പറയാമെന്ന് വിചാരിച്ച അവൻ ഓഫീസിലേക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന അവൻ്റെ ചേച്ചി പൂജയെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയാൻ ആരംഭിച്ചു. ഗൗരവ് പറയുന്നത്, ഒരു പക്ഷേ ഇവൾ കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്വയം ഇഷ്ടപ്രകാരമാണ് ചെയ്തത്. അവൾ എൻ്റെ പേരിൽ വ്യാജ പരാതിയാണ് നൽകിയതെന്ന് പറഞ്ഞ് അവൻ്റെ ചേച്ചിയോട് പറയാൻ തുടങ്ങി. അന്നേരം പൂജ പറഞ്ഞത്, ശരി നീ പേടിക്കണ്ട, ഞാൻ ആ പെണ്ണിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പൂജ അഗൻസിയെ ഫോൺ വിളിച്ചു. എന്നാൽ ആ പെണ്ണ് അന്നേരം ചെയ്തത് ഉടൻ തന്നെ അവളുടെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. അങ്ങനെ അവളുടെ അമ്മ 3 ലക്ഷം രൂപ പണം തന്നാൽ മാത്രമാണ് ഈ കാര്യം ഒത്തുതീർപ്പാക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അഗൻസിയെയും അവളുടെ അമ്മയും കൂട്ടിക്കൊണ്ട് നേരെ ഈ ഗൗരവൻ്റെ വീട്ടിലേക്ക് വന്നു. ഇങ്ങനെ ട്യൂഷന് വന്നവൻ ഇങ്ങനെയെല്ലാം ചെയ്തു എന്നും ഞങ്ങൾ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുകയാണെന്നും എന്നാൽ കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി 3 ലക്ഷം രൂപ നൽകണമെന്നും അമ്മയും മകളും ചേർന്ന് വന്ന് ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഗൗരവന് വല്ലാതെ ഷോക്കായി. അതുപോലെ ഗൗരവൻ്റെ അച്ഛനും അമ്മയും സഹോദരിമാരും എല്ലാവരും ഒരുപോലെ ഞെട്ടി നിന്നു. എന്തു തന്നെയായാലും തൻ്റെ മകനെ രക്ഷിക്കുന്നതിനായിട്ട് ഗൗരവൻ്റെ പിതാവ് പണം റെഡിയാക്കാൻ തുടങ്ങി. പക്ഷേ അവൻ ഒരു സാധാരണക്കാരനായതിനാൽ 3 ലക്ഷം രൂപ എന്നുള്ളത് വളരെ വലിയ തുകയായിരുന്നു. അത് കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പുറത്തെ വശത്ത് ട്യൂഷൻ ടീച്ചർ വെറുതെ ഇരുന്നില്ല. അവളുടെ അമ്മയും കൂട്ടിക്കൊണ്ട് അടുത്ത ദിവസം മഹിളാ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി നൽകി. പോലീസ് ഓഫീസേഴ്സ് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി വന്ന് പരാതി നൽകിയതിനെ തുടർന്ന് ഗൗരവനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അങ്ങനെ ഗൗരവ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവൻ്റെ കൂടെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഗൗരവ് എത്രമാത്രമാണ് പേടിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പോലീസ് ഓഫീസിനോട് ഒത്തിരി കാര്യങ്ങൾ ഗൗരവൻ്റെ അച്ഛൻ പറഞ്ഞു. എന്നാൽ ഇതൊന്നും തന്നെ കേൾക്കാതെ പോലീസ് ഒരു ക്രിമിനലിനെ എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഗൗരവനെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. കാരണം 16 വയസ്സുള്ള ഒരു പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് ഒരിക്കലും വ്യാജ പരാതി നൽകുകയില്ലെന്ന് വിചാരിച്ചായിരുന്നു പോലീസ് ഗൗരവനെ അടിച്ച് ചോദ്യം ചെയ്തത്. ഇത് കണ്ടു നിന്ന ഗൗരവൻ്റെ അച്ഛനും അമ്മയ്ക്കും വല്ലാതെ ഷോക്കായി പോയി. അങ്ങനെ അവരുടെ മകനെക്കുറിച്ച് ഓർത്ത് ഒത്തിരി കരയാൻ തുടങ്ങി. ആ സമയത്ത് ഗൗരവൻ്റെ അപ്പനും അമ്മയ്ക്കും ഗൗരവനെ പുറത്തിറക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാതെ പോലീസിനോട് കരഞ്ഞു കെഞ്ചിക്കൊണ്ടിരുന്നു. ആ സമയത്ത് പോലീസ് ഓഫീസർ പറഞ്ഞത് 45,000 രൂപ തന്നാൽ കേസ് പിൻവലിക്കാൻ വേണ്ടി അവരോട് പറയാൻ വേണ്ടി ഇടനിലക്കാരനായി നിൽക്കാമെന്നും പറഞ്ഞു. ആ കാരണത്താൽ ഗൗരവൻ്റെ അച്ഛൻ 45,000 രൂപ ശരിയാക്കി മഹിളാ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓഫീസർക്ക് കൊടുത്തു. അതിനുശേഷം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി അടുത്ത ദിവസം വിളിക്കാമെന്ന് പറഞ്ഞ് ഗൗരവൻ്റെ അപ്പനും അമ്മയുടെയും കൂടെ വിട്ടു. എന്നാലും ഗൗരവൻ്റെ മനസ്സിനുള്ളിൽ താൻ കാരണം തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കഷ്ടത്തിലായി എന്നുള്ള വിചാരം ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നത് മുതൽ മുറിയിലിരുന്ന് കരയാനും തുടങ്ങി. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആരോടും സംസാരിക്കാതെ വളരെ വിഷമത്തിലായിരുന്നു ഗൗരവ്. ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയതിനാൽ ആർക്കും ആരെ ആശ്വസിപ്പിക്കാനും സാധിച്ചിരുന്നില്ല. മറുവശത്താകട്ടെ ടീച്ചർ ആയിരുന്നെങ്കിൽ അവൾ അവളുടെ ജോലി ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പുറത്തെ വശത്ത് ഗൗരവനാകട്ടെ മനസ്സിൽ വല്ലാതെ മാനസിക സമ്മർദ്ദവും നൽകി. ആ മാനസിക ബുദ്ധിമുട്ട് അവനെ എങ്ങനെ മാറ്റി എന്നുള്ളത് അടുത്ത ദിവസം ആഗസ്റ്റ് 7, 2024 പുലർച്ചെ ഗൗരവനെ വിളിക്കാൻ വേണ്ടി അവൻ്റെ സഹോദരി മുറിയിലേക്ക് വന്നപ്പോൾ മുറി തുറക്കാതെ വന്നത്. അതേ തുടർന്ന് ജനലിലൂടെ റൂമിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ റൂമിൻ്റെ ഫാനിൻ്റെ ഉള്ളിൽ ഗൗരവ് തൂങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ആ വിവരം വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു. വീട്ടിലുള്ള എല്ലാവരും കരഞ്ഞുകൊണ്ട് അവൻ്റെ വാതിൽ തകർത്തു. ഗൗരവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഡോക്ടർ ഈ പയ്യൻ മരിച്ചു എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഗൗരവന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഏത് പോലീസ് സ്റ്റേഷനിൽ വച്ചാണോ അവനെ അടിച്ച് ചോദ്യം ചെയ്തത് അവിടെ തന്നെ അവൻ്റെ മൃതദേഹം കൊണ്ടുപോയി വച്ചു. അപ്പോഴാണ് ഗൗരവന്റെ അച്ഛൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ മകൻ്റെ കഥ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കേട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മകൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നു എന്നും കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഈ വാർത്തയായിരുന്നു മധ്യപ്രദേശിൽ ഉടനീളം ഭയാനകരമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതും. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ താൻ ആരുടെയും കയ്യിൽ നിന്നും 45,000 രൂപ കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നും പറഞ്ഞു. തെറ്റായി പരാതി നൽകിയ ടീച്ചറെയും ടീച്ചറുടെ അമ്മയെയും പോലീസ് പിന്നെയും ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.